പോപ്പുലർ ഫ്രണ്ടിനെ പോലൊരു ഭീകര സംഘടനയായി തീർന്നിരിക്കുകയാണ് SDPI. എന്തിന്? പോപ്പുലർ ഫ്രണ്ട് തന്നെ SDPI എന്നുള്ള രീതിയിലായിരിക്കുകയാണ്. അപ്പോൾ SDPIയുടെ നിരോധനം ഉണ്ടാകുമോ ഇല്ലയോ? ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അവരുടെ സായുധ മുഖവും SDPI എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ മുഖവുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് പരസ്പരം തൊട്ടും തലോടിയും യാതൊരു വിധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത രീതിയിൽ വളരെ അച്ചടക്കത്തോടു കൂടി വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി തന്നെ വന്ന പാർട്ടികളാണ്. അതാണല്ലോ VS അച്യുതാനന്ദൻ പറഞ്ഞത്. രേഖകൾ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കറതീർന്ന മാർക്സിസ്റ്റുകാരൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്? അതെ, കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ആരെയും പേടിക്കുകയല്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇപ്പോഴത്തെ ഇത്. കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ ഇപ്പോൾ. ഇസ്ലാമിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സത്യങ്ങൾ മറച്ചു വെക്കുന്ന തമസ്കരിക്കുന്ന ആ തുഷാർ ഗാന്ധിയുടെ മോഡലിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ കമ്മ്യൂണിസത്തെ നയിക്കുന്നത്. തുഷാർ ഗാന്ധി കേരളത്തിൽ വന്നല്ല, മഹാത്മാജിയുടെ പ്രബോധനാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു കേരളത്തിൽ വന്നിട്ട്. ഒരൊറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെയാണ് പരിപാടിയെന്ന്. ഇപ്പോൾ എന്താ തെളിഞ്ഞിരിക്കുന്നത്? ഡൽഹിയിൽ വെച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് MK ഫൗസി എന്ന് പറയുന്ന SDPIയുടെ ദേശീയ പ്രസിഡന്റ്, ഇവിടുത്തെ ഒന്നുമല്ല, അഖിലേന്ത്യാ പ്രസിഡന്റിനെയാണ് മലയാളിയാണ്. മലയാളിയാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരിച്ചു കൊണ്ടുവരും. എന്തിനാ ഫണ്ട് ശേഖരിച്ചു എന്ന്? പാവങ്ങൾക്ക്, ഇസ്ലാമിലെ പാവപ്പെട്ടവർ ധാരാളം ഉണ്ട്, അവർക്ക് കൊടുക്കാൻ അല്ല, മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മാറ്റാൻ വേണ്ടി. എങ്ങനെ സാധിക്കും അത്? ഇവർക്ക് മിഷണറിമാരുണ്ടോ? ഉപദേശികളെന്ന് നമ്മൾ പറയുന്ന പ്രാസംഗികരുണ്ടോ? സൗജന്യമായിട്ട് ബൈബിൾ കൊടുക്കുക, അത് വായിച്ചിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരും, നിങ്ങൾക്ക് രക്ഷ ഞങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടോ? ആരുമില്ല. ഏറെക്കാലം മുമ്പ് ഖുറാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മ്യൂസിയത്തിൻ്റെ വാതിലിരിക്കുന്നത് തെറ്റില്ല. ഖുറാനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണല്ലോ പലരും ഇസ്ലാമിൽ നിന്ന് ഞങ്ങൾ ഇസ്ലാം എന്നും മുസ്ലിം എന്നും പറഞ്ഞ് പേര് വെച്ച് പോകും. അത് കുഴപ്പമില്ല, അവർ വിശ്വസിക്കുന്നവർ പോട്ടെ, പോകാതിരിക്കുന്നത് കുഴപ്പമില്ല. അത് വളരെ സുതാര്യമായിട്ടുള്ളൊരു ഏർപ്പാടാണല്ലോ. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെന്ന് പറഞ്ഞാൽ ദേശീയ വിരുദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയുണ്ട്. ഇതിലേക്കൊന്നും ആരും അധികം വായിക്കാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. വായിക്കുന്നവർക്ക് ഇപ്പോൾ ഹമീദ് ചേന്ദമംഗലൂരിനെ പോലുള്ള ആളുകൾ ഇതിൽ ഗവേഷണം നടത്തുന്നവരായതുകൊണ്ട് തിരിച്ചറിയും. ബാക്കിയുള്ളവരൊന്നും ഇതിന് മെനക്കെടുന്നില്ല. പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് മൊത്തത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിരുദ്ധ വികാരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അഖില ലോകാടിസ്ഥാനത്തിൽ. പക്ഷേ ഇത് ഹിന്ദു വിരുദ്ധമൊന്നുമല്ല, അവരുടെ പാർട്ടിയുടെ അവരുടെ മതത്തിൻ്റെ ആഗോളവൽക്കരണമാണ് അവർ ലക്ഷ്യമിടുന്നത്, അല്ല ഹിന്ദു വിരുദ്ധമൊന്നുമില്ല. ഏത് മതമാണോ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ ജൂതന്മാരാണെങ്കിൽ അവർ, ക്രിസ്ത്യാനികളാണ് അവർ, എല്ലാം മാറ്റി. ഇനി അവരുടെ തന്നെ കൂട്ടത്തിലുള്ള അഹമ്മദീയരെന്ന് പറയുന്ന വിഭാഗമുണ്ട്, ഷിയാകളെന്ന് പറയുന്ന വിഭാഗമുണ്ട്, അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ കുർദുകളെന്ന് പറയുന്ന വിഭാഗമുണ്ട്. അങ്ങനെ പല അവാന്തര വിഭാഗങ്ങളുമുണ്ട്. ഇവരെ ഒന്നും ഇവർ സ്വീകരിക്കുന്നില്ല. ബഹായി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, സൂഫി മുസ്ലിങ്ങൾ, സാക്ഷാൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പോലും ഒരു സൂഫിയായിരുന്നു. അങ്ങനെയുള്ള സൂഫിസം, അങ്ങനെയുള്ള ധാരകളെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. അവരെ മുഴുവൻ കൊല്ലും, മുച്ചൂടും കൊല്ലും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറണം നിങ്ങൾ എന്നുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് SDPI. രാഷ്ട്രീയ മുഖം കൊടുത്തു. എന്താ പ്രയാസം? രാഷ്ട്രീയ മുഖം ലഭിക്കാൻ എന്താ പ്രയാസം? ഞങ്ങളിങ്ങനെ ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊള്ളാം, ജനാധിപത്യം, ഭരണഘടന, മതേതരത്വം, ഇതിനെല്ലാം ഞങ്ങൾ മാനിച്ചു കൊള്ളാം എന്ന് പേപ്പറിൽ എഴുതി കൊടുത്താൽ വരെ പ്രവൃത്തിയിൽ അത് കാണില്ല. ആ പ്രവൃത്തിയിൽ അത് കാണാതെ വരുമ്പോൾ നിങ്ങൾ ഏതു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതു സത്യവാചകം എഴുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടിക്ക് അംഗീകാരം വാങ്ങിച്ചോ അതിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് വരുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ പോരാ, നമ്മൾ പറഞ്ഞാൽ പോരാ, വ്യക്തമായ തെളിവുകളൂടെ ഹാജരാക്കിയാൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. വളരെ ഈസി ആസ് ദാറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയായിരുന്നു, രജിസ്ട്രേഷനുള്ള പാർട്ടിയായിരുന്നു, അതിനെ നിരോധിക്കുകയായിരുന്നു കൽക്കത്ത. അല്ല, ഇപ്പൊ ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുന്നതിന് ഇന്ന കാരണങ്ങളാൽ നിരോധിക്കാം എന്ന് എന്തെങ്കിലും എഴുതി ചേർത്തിട്ടുണ്ടോ? ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ തട്ടുകടകൾ, അതുപോലെ സിമ്പിളാണെന്ന് ഞാൻ പറയുകയല്ല, ഉപമയ്ക്ക് വേണ്ടി സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുക. ഇപ്പോൾ 1 എന്നുള്ള സംഖ്യ വേണമെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതി കാണിച്ചെങ്കിലേ പറ്റൂ. ആ ഒന്നല്ല യഥാർത്ഥ ഒന്നെന്ന് പറയുന്നത്. ഓരോ ഭാഷയിലും ഓരോ തരത്തിലല്ലേ ഒന്ന് എഴുതുന്നത്.
ഹിന്ദിയിൽ എഴുതുന്ന ഒന്നാണോ നമ്മുടെ ഒന്ന്? അല്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെ അല്ലേ? അതെ. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മളൊരു തട്ടുകടയുടെ ലൈസൻസ്, അതിനിപ്പോൾ ലൈസൻസ് വേണം, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം, എല്ലാം വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം എഴുതി കൊടുത്താണ് അവർ ലൈസൻസ് വാങ്ങിക്കുന്നത്. ഫുഡ് ഇൻസ്പെക്ടർ വരുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നു, നോക്കുന്നു. ഇവരിപ്പോൾ എഴുതി കൊടുത്തിരുന്ന ഇതിനകത്ത് ശുചിത്വം പാലിക്കും, പരിസരത്ത് ശുചിത്വം പാലിക്കും, ഈ വെള്ളം ഇത്ര ഡിഗ്രി വരെ ചൂടാക്കിയേ കൊടുക്കും, വേസ്റ്റ് മാനേജ്മെന്റ്, ചൂടോടെ ഈച്ച വരുന്നില്ല, ഇതെല്ലാം ഉറപ്പാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം നോക്കുമ്പോൾ ഇതൊന്നും പാലിച്ചിട്ടില്ല. തന്നെയല്ല അടുത്ത പിന്നെ വസ്തുക്കൾ കിടക്കുന്നു, നിർമ്മാർജ്ജനം ചെയ്യേണ്ട വസ്തുക്കൾ കിടക്കുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായൊരു ഹോട്ടലിന് അതിൻ്റെ പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അടച്ചു പൂട്ടിക്കോളാൻ പറഞ്ഞു. പേര് കേട്ട ഹോട്ടലാണ്. പക്ഷേ നിയമം കർശനമാണ് അവിടെ. ഇതിലിപ്പോൾ അഴിമതിക്കാരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? ക്യാൻസലായോ? ആ ഹോട്ടലിന് പ്രവർത്തിക്കാൻ പറ്റുമോ? പൂട്ടി, അടച്ചു പൂട്ടി. തിരുവനന്തപുരത്ത് അങ്ങനെയല്ലേ? പേര് കേട്ട ഹോട്ടലുകൾ ചിലത് പരിശോധിക്കാൻ സമ്മതിക്കാതിരുന്ന ഹോട്ടലുകളും ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് തന്നെ. പോട്ടെ, നമ്മളതല്ല വിഷയം. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക നിയമത്തിൻ്റെ ആവശ്യമില്ല. നിയമത്തിൽ ഇങ്ങനെ പറയൂ, നിങ്ങളിത് പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയില്ല. ഇത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പറയേണ്ട കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ നിയമമാണ് ഇപ്പം പിന്നെ അറിയാമല്ലോ, ഇന്ത്യൻ ശിക്ഷാ നിയമം, അതിൻ്റെ പേരിപ്പോൾ മാറ്റി. അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റിലാണ്. പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം അത് വന്നു കഴിഞ്ഞാൽ ന്യായസംഹിത, ഭാരതീയ ന്യായസംഹിത, അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ദിവസം ശിക്ഷയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. കാരണം നിങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം പോലെ, ഈ സത്യപ്രതിജ്ഞ ലംഘിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭരണഘടനയിലോ ഇന്ത്യൻ ന്യായ ശാസനയിലോ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതും ഇതിനകത്തൊന്ന് വായിച്ചെടുക്കാം. അത് നിങ്ങൾ നിയമവിരുദ്ധം. അപ്പോൾ അത് നിയമം അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് വിരുദ്ധമായിട്ട് പോയാൽ നിങ്ങൾ നിയമവിരുദ്ധ പ്രവൃത്തി, നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ SDPIയെ നിരോധിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. SDPI പക്ഷെ തെളിവ് വേണം, ബോധ്യപ്പെടണം, ജസ്റ്റിഫൈ ചെയ്യണം. കോടതി പോയാൽ ചോദ്യം ചെയ്യപ്പെടരുത്, നിരോധനം പിൻവലിക്കും. അല്ല, ഇവിടെ ഈ അനധികൃതമായിട്ടുള്ള ഫണ്ട് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ക്യാഷായിട്ടും അല്ലാതെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പലതും മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പൊ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്തു. അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ ഇതിനകത്ത് വരുന്നത്? അല്ല, വിദേശ ഫണ്ട് കിട്ടിയെന്ന് പറയാം. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ല, ഒരു കാരണമല്ല. പക്ഷേ ഈ ഫണ്ട് വന്ന സോഴ്സ് ഏതാണ്? അന്വേഷണം അങ്ങോട്ട് പോകും. NIA അതിന് അധികാരമുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി കൊടുത്ത പണമാണിത്? ഒരുനായിട്ട് പുറത്തു വരും. അവിടെ അങ്ങനെ കള്ളം പറയണമെന്നില്ല. വേറെ കള്ളം പറയാൻ പറ്റുകയില്ല. പഴുതുകളില്ലാത്ത വിധം അത് ചോദ്യം ചെയ്യും. അതാണല്ലോ NIA രൂപവൽക്കരിച്ചതിൻ്റെ കാരണം തന്നെ. വലിയ അധികാരങ്ങളുണ്ടത്. ഇൻ്റർപോളിൻ്റെ സഹായം തേടാൻ പറ്റും അവർക്ക്. അങ്ങനെ അന്വേഷണം നടക്കും. എന്താണ് ഇതിൻ്റെ ചേതോ വികാരം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. മതം മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ അക്കൗണ്ടുകൾ, അതാണ് മറ്റൊരു തെളിവ്. ഈ അക്കൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം സുതാര്യമാണ്. കുഴൽപ്പണത്തിൽ കൂടി മാത്രം, കള്ളപ്പണത്തിൽ കൂടി മാത്രം എല്ലാം നടക്കുകയല്ല ഇടപാടുകൾ. ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടി അത് വന്ന സോഴ്സ് കാണിച്ചിരിക്കണം. എവിടുന്നാണ് വന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പം തീർച്ചയായിട്ടും PFൻ്റെയും SDPIയുടെയും അക്കൗണ്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാകും. പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, PF അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ. PF എന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരു നിരോധന സംഘടനയാണ്. SDPIയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? SDPIക്ക് PFനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പന്ഥാവിലൂടെ തെളിയിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഫണ്ട്, ഇപ്പോൾ BJPയുടെ ഫണ്ട് CPMന് പോകും. RSSൻ്റെ ഫണ്ട് പോലും BJPക്ക് പോവില്ല. രണ്ട് സംഘടനകളാണ്. ഇവിടെ അങ്ങനല്ല, വ്യത്യാസമില്ല.
PF പണം എടുത്തുകൊണ്ട് SDP ഊട്ടി വളർത്തുകയായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ. പക്ഷേ ഈ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച് കഴിഞ്ഞ് അതിൻ്റെ തുടരന്വേഷണവും ഒക്കെ വന്ന് 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഒക്കെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെ ഒക്കെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്തു. ആ അവസരത്തിൽ ഈ അണികളെല്ലാം കൂട്ടത്തോടെ SDPIയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. CPMലേക്ക് പോയിട്ടുണ്ട്. CPMലേക്കും പോയിട്ടുണ്ട്. ഇവർ ഈ 2 മുന്നണികളും ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്നവരൊഴികെ എന്നിട്ട് അണികളെല്ലാം ഓരോരോ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരോ പാർട്ടികളിലുണ്ട്. ഇത് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ അനുഭാവികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ ഭാരവാഹികളായിട്ടുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. PFൽ അംഗങ്ങളായിരുന്നവർ ആരൊക്കെയാണെന്നുള്ളത് രേഖകളുണ്ടാവും. പാർട്ടി ഓഫീസിൽ നിന്നിരിക്കും. SDPIയിൽ വന്നിട്ടുള്ളവർ ആരൊക്കെയാണ്, ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ടെന്നേ. NIAയുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളോട് പറഞ്ഞ് അവർക്ക് ബോധിപ്പിക്കുക എന്നുള്ള അല്ലവരുടെ ജോലി. പക്ഷേ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുമ്പോൾ നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകൾ വിശദമായി കൊടുക്കേണ്ടി വരുമ്പോൾ ഇതൊക്കെ അവർ ഹാജരാക്കും. അപ്പോൾ ഇത് കോടതിക്ക് ബോധ്യമാവണം. അതാണ് പ്രശ്നം. കോടതി ഈ സത്യം കണ്ടല്ലല്ലോ കോടതി പ്രവർത്തിക്കുക, തെളിവുകൾ വേണം. ആ തെളിവുകൾ അത് ശേഖരിക്കുന്ന പ്രക്രിയയിലാണ്. ഇപ്പോൾ തന്നെ ഈ ഫൈസി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 4 കോടി രൂപയുമായിട്ടാണ്. 4 കോടി രൂപയുമായിട്ടാണ്, ഇന്ത്യൻ കറൻസിയുമായിട്ടാണ് അവിടെ വെച്ച് പിടികൂടുന്നത്. ഒരു സാധാരണ നേതാവൊന്നും അങ്ങനെ 4 കോടിയായിട്ടല്ലല്ലോ നടക്കുന്നത്. ഇപ്പോഴക്കാലത്ത് രൂപയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ, കാർഡ് പോരെ. അങ്ങനെ ഇരിക്കും ഇദ്ദേഹം 4 കോടിയായിട്ട് വന്നത് ദുരൂഹമാണ്, സംശയകരമാണ്. എന്നിട്ട് ലിങ്ക് NIA കണ്ടെത്തുക തന്നെ ചെയ്യും. ഫൈസിക്ക് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഒരു പക്ഷേ ഇതിനുള്ള ഏറ്റവും ശക്തമായ തെളിവായിരിക്കും. അതുകൊണ്ട് പുഷ്പം പോലെ നിരോധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ചാടിക്കയറിയൊന്നും നിരോധിക്കാതിരിക്കുന്നതിന് കാര്യം അവർ ചെയ്ത ഒരു നടപടി തിരിച്ചടിയാവരുത്. പണ്ടിങ്ങനെ മീഡിയ വണ്ണിനെ നിരോധിച്ചു, തിരിച്ച് പുഷ്പം പോലെ കയറി തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ അതല്ല സംഭവം. NIA ആണ് ഇടപെട്ടിരിക്കുന്നത്. NIA തീർച്ചയായിട്ടും അത് 2 അറ്റവും കൂട്ടി മുട്ടിക്കുക തന്നെ ചെയ്യും. ഇവരുടെ തമ്മിലുള്ള ബന്ധം പരസ്യമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഇത് ഒളിച്ചുള്ള കളിയൊന്നുമല്ല, രഹസ്യബന്ധങ്ങളുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. പുറത്തു വരുമ്പോൾ അതിന്മേലുള്ള നടപടികൾ വരിക തന്നെ ചെയ്യും. നമുക്കിപ്പോൾ SDP നിരോധിച്ചാൽ SDP ആൾക്കാരൊന്നും പോകുന്നില്ല. ഭാരവാഹികൾ വിളിച്ച് ബാക്കിയുള്ളവർ വിടക്തനകാരും അവർ വേറെ ഓരോരോ പാർട്ടികൾ രൂപീകരിച്ചോ സെല്ലുകൾ രൂപീകരിച്ചോ നാശം വിതച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ലോകമാകെയുള്ള പശ്ചിമേഷ്യ ഉൾപ്പെടെ ആഫ്രിക്ക ഉൾപ്പെടെ സിറിയ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന ഒരു അസ്വസ്ഥത എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അവരുടെ മറ്റു മതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥത, അതിൻ്റെ ഒരു അസഹിഷ്ണുത, അതിൻ്റെ പ്രകടനം മാത്രമാണ്. ഇത് അങ്ങനെയൊന്നും ഇല്ലാതാവുന്നതും അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.